മുതലാളി തോറ്റ് ഞാൻ മടുത്ത്. ഞാൻ എല്ലാത്തിലും ജയിച്ചു. ഇനി ഇതുപോലെ ഞാൻ തോക്കാൻ പോണേണെന്ന് മനസ്സിലായിട്ട് നീ ഇരിക്കരുത്. ഞാൻ മുതലാളിയാണ്, എനിക്ക് ജയിക്കണം കേട്ടാ. ഞാൻ ഓടിക്കോളാം. ഇങ്ങനെ പോയാ ഈ മത്സരത്തിൽ മുതലാളി തന്നെ ജയിക്കും. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഈ കസേര മുതലാളി കസേരല്ലേ? ഈ പങ്കെടുക്കുന്ന മൊത്തം ആൾക്കാര് മുതലാളിയുടെ തൊഴിലാളികള്. പിന്നെ എങ്ങനെ മുതലാളി ജയിക്കാണ്ടിരിക്കും? എടാ, ഈ ബേബി മുതലാളി ജയിക്കാനായിട്ട് മാത്രം ജനിച്ചവനാണ്. നീ കണ്ടോ, ഈ പ്രാവശ്യത്തെ റെസിഡൻസ് അസോസിയേഷന്റെ എല്ലാ മത്സരങ്ങളിലും ഞാൻ കപ്പടിച്ചിരിക്കും. അപ്പൊ കപ്പ് സ്പോൺസർ ചെയ്ത് മുതലാളി ആയിരിക്കും. എനിക്ക് വിശക്കണത്, എന്തെങ്കിലും കൊണ്ടോ? അയ്യോ, പ്രാക്ടീസ് ചെയ്യാൻ ഫുഡില്ല. ഇല്ല സാറേ. പിന്നല്ലാതെ. അയ്യോ, ചാന്ദ്രി സിസ്റ്റർ കൊടുത്തോ കസേരകളിക്ക്? അയ്യോ ഇല്ല സാറേ, മാഡത്തിന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, ഞാൻ കൂടെ ഉണ്ടെങ്കിലേ ശരിയാവുള്ളത്. ചാന്ദ്രി സിസ്റ്ററെ, ഈ മത്സരത്തിൽ പങ്കെടുക്ക്. ഞാൻ തോറ്റു കൊടുത്ത് മടുത്ത്. നുണ പറയുന്നോടാ. മര്യാദക്ക് 2 മാസം സാലറി ഞാൻ കട്ട് ചെയ്തു. സാറേ, തോറ്റ് നമ്മളെന്തിട്ട് തോറ്റത്? ഞാൻ ഇപ്പോഴും ജയിച്ചോണ്ടിരിക്കണല്ലേ. സാറേ, ഒന്ന് ഇന്നൊരു കാര്യം പറയട്ടെ. ഇരിക്ക്. പൂക്കള മത്സരത്തില് നമ്മൾക്ക് സെക്കൻഡ് പ്രൈസേ കിട്ടിയുള്ളൂ. അപ്പൊ ഫസ്റ്റ് ആയിരിക്കാണ്. ഫസ്റ്റ് ഏതോ ബംഗാളി ഇട്ട പൂക്കളത്തിന് കിട്ടി. ബംഗാളി ഇട്ട പൂക്കളത്തിന്? ആന്നേ, അവൻ എവിടെന്നോ നല്ല തുമ്പപ്പൂവും കാക്കപ്പൂവും മുക്കൂറ്റിയും തുമ്പയൊക്കെ കൂടി മനോഹരമായിട്ടൊരു പൂക്കളം ഇട്ടു. അവര് ഫസ്റ്റ്, അതുകൊണ്ട് നമുക്ക് സെക്കൻഡ്. ഒരേ പൂച്ചവാലുള്ള പൂവുണ്ടായിരുന്നു. പൂച്ചവാലം പൂവായിരുന്നു അവരുടെ മെയിൻ. ഇതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിക്കണവര്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമോ? പിന്നെ അവർക്കറിയാം. ഞാൻ തുമ്പപ്പൂ ലണ്ടനിൽ നിന്ന് ഓർഡർ ചെയ്തത്, പക്ഷെ കൊറിയർ വന്നില്ല. അല്ല, ആര്യം മേഡം പൂക്കളത്തിന്റെ ഫ്ലെക്സ് അല്ലേ ഇട്ടത്, പിന്നെ എങ്ങനെ സെക്കൻഡ് കിട്ടി? നമ്മുടെ മുറ്റത്ത് ഫ്ലെക്സ് എങ്കിലും ഉണ്ടായി, ബാക്കിയുള്ള മലയാളികളുടെ മുറ്റത്ത് അതുപോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് എങ്കിലും കിട്ടി. കുഴപ്പമില്ല. ഇനി മത്സരം ഉണ്ടല്ലോ, കലാകായിക മത്സരങ്ങളിൽ ബാക്കി എല്ലാ മത്സരങ്ങളിലും ഞാൻ തന്നെ കപ്പടിക്കും. ഓക്കെ. എന്താ ഇവിടെ കലാപരിപാടികള് ആണോ? അപ്പൊ ഞാൻ എന്റെ പരിപാടി തുടങ്ങണ്ടേ? തുടങ്ങിയോ? മൈ ജി ഫ്യൂച്ചർ ഫണ്ട് ബേബി ഫണ്ട് വരൂ ചിരി സൂര്യക്കൊപ്പം കോ പ്രസന്റഡ് ബൈ സൺഫീസ് വൗസസ്, കോ പവർഡ് ബൈ ക്യാമറി ഐസ്ക്രീംസ്, KSFE ഹാർമണി ചിട്ടികൾ, ഹെൽത്തി ഗ്രോസർ കായം, മിൽമ കർഡ്, ഫുഡ് പാർട്ണർ ഈസ്റ്റേൺ, മാട്രിമോണി പാർട്ണർ M4Marry.com, ടേസ്റ്റി പാർട്ണർ ചിക്കിംഗ്, ഹെൽത്ത് പാർട്ണർ സൺറൈസ് ഹോസ്പിറ്റൽ. രമേശ് ഏട്ടാ നമസ്കാരം, ലാൽ സാർ നമസ്കാരം. അപ്പം നമ്മുടെ പരിപാടി മാത്രമല്ല, നമ്മുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ ഷൂട്ട് നടക്കുന്ന ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ, അവരുടെ ഓണാഘോഷ പരിപാടികളിൽ നമ്മുടെ ഒരുപാട് പേര് പങ്കെടുക്കണമെന്ന് അവര് പറഞ്ഞു. നമ്മുടെ ഫ്ലോറിലുള്ള ഒരുപാട് പേര് അതിലും പങ്കെടുക്കുന്നുണ്ട്. ആണോ? ആഹാ, സന്തോഷമുള്ള കാര്യമാണല്ലോ. താമേണ എന്തിനെങ്കിലുമൊക്കെ പേര് കൊടുത്തോ? എനിക്കും ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ പങ്കെടുക്കാം. പണ്ട് കോളേജിലും സ്കൂളിലും ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ വന്ന കാര്യം ചെയ്തോ? ചെയ്യട്ടെ. ലാൽ സാർ, ഓണക്കോടിയൊക്കെ വാങ്ങിച്ചോ? ഓണക്കോടി വാങ്ങിക്കൽ അങ്ങനെ പരിപാടികളൊന്നും ഇല്ല. അതൊക്കെ മുമ്പായിരുന്നല്ലോ. ഓണത്തിന് എല്ലാവർക്കും ഒരേപോലുള്ള ഡ്രസ്സ്, എന്റെ അനുജന്മാർക്കും അനുജത്തിക്കും എല്ലാവർക്കും ഒരേ തുണിയെടുത്തുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു മുമ്പ് തയ്ച്ചിരുന്നത്. അപ്പൊ അതൊക്കെ പോയല്ല, അവര് എന്നും ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അതിനകത്തൊന്നും ഒരു പ്രാധാന്യം ഇല്ലാണ്ടായി. നമ്മൾ ഓൺലൈനില് ഇപ്പൊ ഡ്രസ്സുകൾ വീട്ടിലേക്ക് വരും. അങ്ങനെ ഒരു പ്രത്യേക ഒക്കേഷൻ വേണമെന്നില്ല ഡ്രസ്സ് മേടിക്കാൻ. എല്ലാ ദിവസവും എല്ലാ ആവശ്യങ്ങൾക്കും ആൾക്കാർ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ മേടിക്കൽ പരിപാടികളൊന്നും ഇല്ല. ഓണക്കോടിയാണോ താൻ്റെ ഇട്ടോണ്ടിരിക്കുന്നത്? എങ്ങനെയുണ്ടത്? എങ്ങനെ മനസ്സിലായി? ചോദിച്ചതാ. ഞാൻ ലാൽ സാറിന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ. പണ്ടൊക്കെന്ന് പറഞ്ഞാൽ ഈ ഓണ സമയത്തായിരിക്കും പുതിയ സിനിമകൾ കാണാൻ നമ്മൾ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ടൈം ആയപ്പോ സാറിന്റെ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ, അത് എനിക്കൊന്ന് പറഞ്ഞത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒന്നാമത് എന്റെ സിനിമ കാണാനായിട്ട് ഞാൻ പോകാറില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ പടവും തിയേറ്ററിൽ പോയി കാണാൻ പോയിട്ടില്ലേ? ഞാൻ അതല്ല ഫസ്റ്റ് ടൈം പോയി കണ്ടിട്ടില്ല. തെങ്കാശി പട്ടണമൊക്കെ ഞാൻ കണ്ടത് ഒരു 75 ദിവസം കഴിഞ്ഞു. അയ്യോ, അതെന്താ? അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ പടം പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ടെൻഷൻ കൂടിയിട്ട് പ്രശ്നമാകും. ഈ 75-ാം ദിവസം ഞാൻ തെങ്കാശി പട്ടണം കണ്ടത് തന്നെ പാലക്കാട് അകത്തുള്ള ഒരു ചെറിയ തിയേറ്ററിലാണ്. ഈ സീലൊക്കെ വന്നിട്ട് അതും ഞാൻ ആ ബാൽക്കണി, അവിടെ ബാൽക്കണി ഉണ്ടായിരുന്നു, ആ സീറ്റ് ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ ഒറ്റക്ക് പോയിരുന്ന് കണ്ടു. അന്നും എനിക്ക് ടെൻഷനാണ്, ഇപ്പൊ വല്ല പോവോ കമന്റ് വരുമോ. അത് നല്ല
നല്ലൊരു കാര്യമായിരുന്നു. നമ്മളൊക്കെ എന്താ വിചാരിക്കുന്നത്, സിനിമ ഇറങ്ങുമ്പോ തന്നെ എല്ലാരും അപ്പൊ തന്നെ അതിലുള്ള ആൾക്കാരൊക്കെ പോയി കാണുമെന്നല്ലേ? ഇപ്പൊ ഒക്കെ വരുന്നവർക്ക് സിനിമയുടെ പോസ്റ്ററിന്റെ കൂട്ടത്തിലുള്ള ഫോട്ടോ തൊട്ട് തിയേറ്ററിൽ ഇരിക്കുന്ന ഫോട്ടോ തൊട്ട് കൂട്ടുക അങ്ങനെയൊക്കെ ഇടാനുള്ള ധൈര്യമുണ്ട്. മറ്റേത് ഒളിവിൽ പോവാ. ഞാനിപ്പോഴും അഭിനയിക്കുന്ന പടങ്ങൾക്കൊന്നും അങ്ങനെ പോയി കാണത്തില്ല, തിയേറ്ററിൽ പോയി കാണത്തില്ല. കുറവ് ടിടിയിലൊക്കെ വരുമ്പോഴേ കാണുന്നത്. എനിക്കിപ്പോഴും അത് ധൈര്യം അങ്ങോട്ട് ഇപ്പോഴും ധൈര്യം കിട്ടിയിട്ടില്ല. അത് ബുദ്ധിമുട്ടാണ്. അയ്യോ, അതുപോലെ ഈ ഓണം എന്നൊക്കെ പറയുമ്പോ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്നപ്പോ ഓണം എന്ന് പറയുന്നത് വെക്കേഷൻ എന്ന് പറയുന്ന കൊതിയാ. ആ ഒരു ആഗ്രഹമാണ്. അതായത് മുടക്കാണ്, സ്കൂളിൽ പോകണ്ട. പിന്നെ അത് കുറച്ചു കാലം കഴിഞ്ഞ് സ്കൂളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മിമിക്രി ട്രൂപ്പൊക്കെ ആയിട്ട് വന്നപ്പോ ഓണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പരിപാടികളുടെ ദിവസമാണ്. മിക്കവാറും 3 പ്രോഗ്രാമൊക്കെ ഒരു ദിവസം ഉണ്ടാവും, വൈകിട്ട് രാത്രി. പിന്നെ അവിടെ നിന്ന് പോയിട്ട് ആ ഒരവസ്ഥയായി. സിനിമയിൽ വന്നതിന് ശേഷമാണ് ഓണം ഒരു റിലീസ് ടൈം എന്ന് പറയുന്ന അർത്ഥത്തില് കണ്ടു തുടങ്ങി. ഓരോ കാലഘട്ടത്തിലും ഓണത്തിന് നമ്മുടെ മനസ്സില് നമ്മുടെ എൻജോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ ഈ പരിപാടിയുടെ ഹൈലൈറ്റിൽ ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ ഗാനമേളയുടെ കൂടെ മിമിക്രി അവതരിപ്പിച്ചിട്ടുണ്ട് പലതവണ. പല പരിപാടികളുടെയും കൂടെയൊക്കെ മിമിക്രി അവതരിപ്പിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് ഞാൻ തൃശ്ശൂർ വഴി പോകുമ്പോഴേ റോഡ് സൈഡിൽ ഒരു ഫ്ലക്സ് ഇരിക്കുന്നു, ഗംഭീര പുലികളിയും ടിനി ടോമിന്റെ മിമിക്രിയും. നമ്മൾ ആദ്യം ഇവരുടെയൊക്കെ സിനിമകൾ കാണാൻ പോകും ഓണ സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഓണത്തിന്റെ ഒരു പരിപാടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഇവരെ പോലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത് വീണ്ടും നമുക്ക് വലിയ സന്തോഷമാണ്. ഓരോ ഓണം കഴിയും തോറും ഇപ്പൊ അങ്ങനെ എക്സൈറ്റ്മെന്റ് ഈ ഓണക്കോടി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും അല്ല, കുറച്ചുകൂടെ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുക, പരിചയപ്പെടുത്തുക, എല്ലാത്തിന്റെയും ഒരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എല്ലാ ബിസിനസ്സുകളുടെയും എല്ലാ കലയുടെയും A to Z മേഖലകളും ഫ്ലർഷ് ചെയ്യുന്ന ഒരു സമയമാണ് ഓണത്തിന്റെ സമയം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഓണം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഈ ഓണത്തിന് പൂക്കളം ഇടുക അല്ലെങ്കിൽ ക്രിസ്മസിന് നക്ഷത്രം ഉണ്ടാക്കുക എന്നൊക്കെ പറയാം. ഇത് ഞാൻ ഒരു പ്രാവശ്യം പോലും മുടങ്ങാത്ത പരിപാടിയാണ്. ഞാൻ തന്നെ നക്ഷത്രം ഉണ്ടാക്കാറുണ്ട്, പുൽക്കൂട് ഉണ്ടാക്കാറുണ്ട്. ഓണത്തിന് പൂക്കള് വൈഫൊക്കെ മേടിച്ചിട്ട് വരും കടകളിൽ നിന്ന്. ഇതുകൊണ്ടൊന്ന് പൂക്കള് ഇടാറുണ്ട്. പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, എന്റെ മകന്റെ മകൻ അല്ലെ മകളുടെ മകൻ, അവർക്കൊന്നും ഒരു താല്പര്യമില്ല എന്നുള്ളതാണ്. ആകെപ്പാടെ അവർ ചെയ്യുന്നത് പൂക്കളൊക്കെ ഇട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് പോയി കഴിയുമ്പോ അവൻ തട്ടിക്കളയും. അത് ഹാപ്പി അവർക്കൊന്നും ഇങ്ങനത്തെ സെലിബ്രേഷനോട് വലിയ താല്പര്യം ഇല്ലാതായി വരികയാണ് ഇനിയുള്ള എക്സൈറ്റിംഗ് അല്ല. അവരിപ്പോ നല്ല മാളുകളിൽ പോയിട്ട് ഇലക്ട്രിക് കാറുകൾ ഓടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗെയിംസിൽ ഏർപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പൂ കാട്ടി പോയി പറിച്ചോണ്ട് വന്ന് പിച്ചി അവിടെ ഇരുന്ന ഒരു പടം വരച്ച് അവര് ഐപാഡിൽ ഇതിനേക്കാളും നല്ല കാര്യങ്ങൾ കളിച്ചോണ്ടിരിക്കുകയാണ്. അവരെ എക്സൈറ്റിംഗ് തോന്നുന്നതിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇനി ഈ സ്റ്റാൻഡപ്പ് വേദിയിൽ പുതുപുത്തൻ തമാശകളുമായി പെർഫോം ചെയ്യാൻ എത്തുന്നു സംഗീത് റാവ്. രമേശ് സാർ, സാർ നമസ്കാരം. നമസ്കാരം ചേച്ചി നമസ്കാരം. നമസ്കാരം. സംഗീതം എവിടുന്ന വരുന്നത്? ഞാൻ തൃശ്ശൂരിന്ന്. തൃശ്ശൂർ എവിടെ? വടക്കാഞ്ചേരി സാർ. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പരിപാടികളെ സാറിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയായിരുന്നു. അത് ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ്. നല്ല കാര്യം. അപ്പോ ഇതൊരു തുടക്കമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പകുതി നന്നാക്കേണ്ടത്. ബാക്കി പകുതി ഷാരടി ശരിയായിക്കോളൂ. അല്ല, ബാക്കി പകുതി ഗസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ്. നമുക്ക് അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങളില്ല. എപ്പോഴും ഞങ്ങള് പകുതി ഗസ്റ്റ് പകുതി, താൻ പാതി ഗസ്റ്റ് പാതി എന്നാണല്ലോ പറയുന്നത്. അതെ സംഗീത, സാറിന്റെ മുമ്പിൽ മാത്രമല്ല ഞങ്ങളുടെ മുമ്പിൽ കൂടി പ്രസന്റ് ചെയ്യണം. കാരണം ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മളാണ്. ഈ സെറ്റൊക്കെ ഇട്ട് തന്നിട്ട് പ്ലാറ്റ്ഫോം ഒക്കെ തന്നത് നമ്മളാണ്. ഇച്ചിരി ഫണ്ട് ഇറക്കിയിട്ടുണ്ട് ഇതിനകത്ത്. എന്റെ ഭാര്യ കാരിങ് ആണ്. അപ്പൊ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവൾക്കൊരു സന്തോഷവും സമാധാനവും കൊടുക്കണം, നല്ല തമാശകളൊക്കെ കേട്ട് ചിരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടി ഉണ്ടാക്കിക്കുന്നതാണിത്. ഞാൻ തമാശ പറഞ്ഞിട്ടൊന്നും വിളിച്ചിരിക്കുന്നില്ല. അവ കുറച്ചു പേരെ കൊണ്ടുവന്നിട്ട് നല്ല തമാശയൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച് എന്റെ ഭാര്യയുടെ പ്രസവം ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൂടിയുള്ളൊരു ശ്രമമാണ്. ഇതിന്റെ ഭാഗമായിട്ട് നല്ല പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് പറ്റും. ഓൾ ദി ബെസ്റ്റ്. സാർ നമസ്കാരം. ഹായ്. ഒരു ഹായ് തന്നൂടെ? ഇതെല്ലാം ഞാൻ പറഞ്ഞു പഠിപ്പിക്കണേ. എന്റെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ പ്രശ്നം, അതാണ് എന്റെ കണ്ടന്റ്. ഈ പ്രശ്നം കണ്ടന്റ് എടുത്താൽ എന്താ പ്രശ്നം വെച്ചാല് പിന്നെ നമുക്ക് ഈ പ്രശ്നത്തെ പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അതെനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇപ്പോ പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളാണ്. ഇനി ഒരു പ്രശ്നം ഇല്ലാത്ത ഒരാളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും 2 പ്രശ്നം ഉണ്ടെന്ന്. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം.
ഇപ്പോ ടെൻഷൻ, ഒരാൾക്ക് ടെൻഷൻ എങ്ങനെ വരിക? 3 സാഹചര്യങ്ങളാണ് അവർക്ക് ടെൻഷൻ വരാൻ സാധ്യത. ഒന്ന് പ്രഷർ ലോ ആവുമ്പോ, ഒന്ന് ഷുഗർ ലോ ആവുമ്പോ, ഒന്ന് അവന്റെ ഫോണിന്റെ ബാറ്ററി ലോ ആവുമ്പോ. നമ്മുടെ നാട്ടിലിപ്പോ പണ്ടൊക്കെ ഒരു ഫാമിലി ആയിട്ട് ഒരു തർക്കം നടന്നു വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അവര് ഒരു ഫംഗ്ഷന് വിളിച്ചു കഴിഞ്ഞാൽ പോവില്ല, അല്ലെ പോയാലോ അവിടുന്ന് ഫുഡ് കഴിക്കില്ല. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കുറച്ച് മാറി. ഇപ്പോ ഒരു വാട്സപ്പിൽ എടുത്തിട്ട് ഒരു മെസ്സേജ് അയക്കും, ചെയ്തു തന്ന എല്ലാ ഉപകരണങ്ങൾക്കും നന്ദി, എന്നിട്ട് ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കും. ഇപ്പൊ ഒരു പെൺകൊച്ച് ബോറടിച്ചിരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ആ പെൺകൊച്ച് ഒരു പോസ്റ്റ് ഇടാണ്, ലോൺലെസിന്റെ ഒറ്റയ്ക്കിരിക്കുന്ന അനുഭവം വളരെ മൃഗീയമാണ്. ആ സെക്കൻഡില് ആ പെൺകുട്ടി ഒറ്റയ്ക്കല്ല, ആ പെൺകുട്ടിക്ക് 100 ആങ്ങളമാരും 100 അമ്മാവന്മാരും വരും. എന്നാ ഇതേ പോസ്റ്റ് നമ്മൾ ഇട്ടുന്ന് വെക്കാം, ആ പോസ്റ്റ് വരെ അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നതാണ്. ഈ സമൂഹം അങ്ങനെയാണ്. ഈ സമൂഹം നമ്മളോട് പറയും, ജോലിക്ക് പോ, എല്ലാം ശരിയാവും. കല്യാണം കഴിക്കും, എല്ലാം ശരിയാവും. പിന്നെ പറയും കുട്ടികളാവട്ടെ, എല്ലാം ശരിയാവും. ഇവന്മാര് 4 ചവിട്ട് കൊട്ടിയ എല്ലാം ശരി. ഈ ആണുങ്ങളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മള് സമാധാനമായിട്ട് ഇരിക്കുമ്പോ പെണ്ണ് അന്വേഷിച്ചു പോകും, എന്നിട്ട് പെണ്ണ് കെട്ടിയതിനു ശേഷം സമാധാനം അന്വേഷിച്ചു പോകും. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു കല്യാണാലോചന. അപ്പൊ ബ്രോക്കർ പറഞ്ഞു പെണ്ണ് ഏതോ PDA നിൽക്കാണ്. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു, ഓ PDA ആണെങ്കിൽ കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന ഒരു സാധനം നോക്കാം നമുക്ക്. അങ്ങനെ അത് വിട്ടു. ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു പോയി. ഒരിക്കൽ ഇവന് ആ പെണ്ണിനെ കാണേണ്ട ഒരു അവസരം വന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പെണ്ണ് PDA നിൽക്കുന്നത്, പീഡിയാട്രിഷൻ ആയിരുന്നു. ഇവന്റെ അനിയന് വയലിൻ വായിക്കാൻ അറിയുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം. എവിടെ നടക്കാനാ? വയലിൻ വായിക്കുന്ന പെണ്ണ് തപ്പി തപ്പി നടന്ന് തോറ്റു. അവസാനം ഇവനൊരു തീരുമാനത്തിലെത്തി, വയലിൻ വായിക്കുന്ന പെണ്ണില്ലെങ്കിലും കുഴപ്പമില്ല, പേപ്പറിൽ വയലിൻ എന്ന് എഴുതിയാൽ അത് വായിക്കുന്ന ഒരു പെണ്ണായാലും മതി. ഇപ്പൊ പണ്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയല്ലായിരുന്നു, ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു, വളരെ മെലിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഷാരൂഖ് ഖാന്റെ ഫിഗർ പിടിക്കാനായിട്ട് മീശ എടുത്തു. മീശ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഷാരൂഖ് ഖാനെ പോലെ അല്ല, ഒടിയനിലെ ലാലേട്ടനെ പോലെയാണ്. അപ്പോ എന്റെ വീടിന്റെ അടുത്ത് ഇൻഹരിയറൽ പോലെ തന്നെ ഒരു പെങ്കൊച്ച് താമസിക്കാനായിട്ട് വന്നു പുതിയതായിട്ട്. അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു പോയപ്പോ ആ അമ്മൂമ്മ ചോദിച്ചു, ആർ യു ബംഗാളി? അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാ. അപ്പൊ അമ്മൂമ്മ വീണ്ടും ചോദിക്കാ, ഓഹോ ബംഗാളിൽ നിന്നും അച്ഛനും അമ്മയും നേരത്തെ പോന്നല്ലേ. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാര് പല രീതിയിലാണ് പെരുമാറുക. ഇപ്പോ അവര് മറ്റുള്ളവരുടെ കാര്യത്തിൽ വരുമ്പോൾ ജഡ്ജാവും, സ്വന്തം കാര്യം പറയുമ്പോൾ വക്കീലാവും. ഇപ്പോ നമ്മുടെ നാട്ടില് എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു വിചാരിക്കാം. അപ്പൊ ഇവരെന്താ പറയുന്ന അറിയോ, അവനങ്ങനെ വേണം, അവനങ്ങനത്തോനാ, അവനങ്ങനെ നടന്നില്ലേ നടക്കുള്ളൂ, ദൈവം കണ്ടറിഞ്ഞു കൊടുത്താന്ന്. ഇന്ന് ഇതേ സംഭവം ഇവരുടെ വീട്ടിൽ നടന്നു വിചാരിക്കാം. അപ്പൊ ഒരൊറ്റ തിരിക്കലാ, പാവങ്ങൾക്കൊക്കെ ഇങ്ങനെ ദൈവം ചതിച്ച എന്താ ചെയ്യുക? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത്ര നേരം ഞാൻ പറഞ്ഞത് പ്രശ്നത്തെ പറ്റിയാണല്ലോ. സത്യത്തില് ഇതിനൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്റെ ഈ കണ്ടന്റിന് ക്ലൈമാക്സ് ഇല്ല. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് പ്രശ്നം. ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഈ പ്രശ്നം ഞാനിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു. പ്രശ്നം അതായിരുന്നു കണ്ടന്റ്. അതെ, പ്രശ്നമായോ എന്ന് നമുക്ക് ചോദിക്കാം. രമേശിനോട് ചോദിച്ചേക്കാം. രമേശേട്ടാ, സംഗീതറാം വലിയ പ്രശ്നമില്ലാതെ പോയി. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല രസമായിട്ട് അവതരിപ്പിച്ചു. കുറെ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മള് സമാധാനം ആയിട്ട് നടക്കുമ്പോ പെണ്ണ് അന്വേഷിച്ച് നടക്കുന്നു, കല്യാണം കഴിക്കുന്നു, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് സമാധാനം അന്വേഷിച്ച് നടക്കുന്നു എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളൊക്കെ നല്ല രസമുള്ള പ്രയോഗങ്ങളായിരുന്നു. ഇനിയും കൂടുതൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളുമായിട്ട് വരാൻ സംഗീതിന് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് സംഗീത്. ലാൽസ ബേബി എങ്ങനെയാണ്? പ്രശ്നമാണോ? സാർ ഒരു പ്രശ്നമില്ല. അപ്പൊ എല്ലാവരുടെ അഭിപ്രായം വലിയ പ്രശ്നമില്ല എന്നാണ്. ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. തീരെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയിരിക്കും. പക്ഷെ രസമുള്ള കുറച്ച് തമാശകളുണ്ടായിരുന്നു. കുറച്ചും കൂടി എനർജറ്റിക് ആവുമെന്ന് തോന്നുന്നു. കോൺഫിഡൻസ് കൂടി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആവും. അതിന് ചിരിക്കാനുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു ചേട്ടാ. എനിക്ക് തോറ്റൂല അവരുടെ ഈയുള്ള അത് നമ്മള് ജയിക്കും. നന്നായിട്ട് കളിക്കണം. നമ്മള് ശ്രദ്ധിക്കണം. നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടിക്ക് ഞാൻ നിങ്ങളെ വിശ്വസിച്ചിരിക്കണം. ബേബി സാറെ, നമ്മുടെ വില കാക്കേണ്ടതാണ്. നിങ്ങൾ വേണം എല്ലാത്തിലും ഒന്ന് വടംവലിയുടെ വരിച്ചു നോക്കിയില്ലേ? ഓക്കെയാണ്. പൂക്കളം പോയി. പക്ഷെ ബാക്കി ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ അസോസിയേഷന്റെ പരിപാടികൾക്ക് നടത്തണം. നിങ്ങൾ ചെയ്താലേ നടക്കുള്ളൂ. എന്നെയും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ പറയോ? നിങ്ങളുടെ ലളിതഗാനത്തിനൊക്കെ തന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? എന്നാ ശരി, ആരുമില്ല മത്സരിക്കാൻ. ബേബി സാറേ, നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? ഞാൻ റെഡിയല്ലേ? എപ്പോഴും റെഡിയാ. ലെമൺ സ്പൂണ് ബേബി സാറൊക്കെ റെഡിയാക്കി വെച്ചോണ്ടല്ലേ അടിപൊളി. പ്രാക്ടീസ് കിടക്കട്ടെ. ദാ. ആരും കൈ കൊണ്ട് തൊടരുത്. കളത്തിലൊന്നും കാണിക്കല്ലേ ആരും. അങ്ങനെ വളരെ വാശിയേറിയ ഒരു മത്സരമാണ് ദാ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. റെഡി, 1 2 3 ഗോ. അപ്പ് 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 അപ്പ്. സാർ ഒരു കാര്യം പറയാം, ബാക്കിയൊക്കെ അദ്ദേഹത്തിന്റെ പണത്തിന്റെ കുന്തളിപ്പാന്നൊക്കെ പറയാം. ഇത് പ്രതിഭയാണ്, ഇതൊരു സ്പോർട്സ്മാൻഷിപ്പാണ്. കാരണം അത് ചെറിയ കാര്യമല്ല. എങ്ങനെ സാധിക്കുന്നു സാർ? ഇതൊക്കെയെന്ന് പറഞ്ഞാലേ ഒരു ഏകാഗ്രത വേണം. പിന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ? അതുപോലെ ഈ യോഗയൊക്കെ പഠിച്ചു കഴിഞ്ഞാല് ഇത് വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ചേച്ചിയുടെ ഒരു യോഗ. മനസ്സിന് നല്ല ഉറപ്പ് വേണം. മനസ്സിന് മാത്രം ഉറപ്പ് പോരട്ടാ, ഇതില് തേച്ചക്കണ പശക്ക് നല്ല ഉറപ്പാ. എന്താ സാറേ? മറ്റേ അപ്പങ്കടി മത്സരമുണ്ടോ? അപ്പങ്ങടി മത്സരമുണ്ട്. അപ്പങ്ങടി റിഹേഴ്സൽ ഇല്ല. നീ അങ്ങനെ തിന്നാനും നിൽക്കണം. അപ്പൊ നമുക്ക് അടുത്ത ഐറ്റം റിഹേഴ്സൽ ചെയ്യാം. അപ്പൊ അടുത്തതിലോട്ട് പോവല്ലേ? ആ സാറ് ചെസ് കളിക്കും പേര് കൊടുത്തിട്ടുണ്ട്. പോവാ. ശരി നടക്കട്ടെ. പറച്ചന്റെ വേഷത്തിന് പേര് കൊടുത്തിട്ടുള്ളൂ. പ്രശ്നത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പോണ്ടേ? പോണ്ടേ സാറേ? അവിടെ വിളിച്ചോണ്ടിരിക്കേ. അവിടെ നമ്മളിത് ആര്യ കണ്ടല്ലോ, 4 പേര് അവിടെ നമ്മുടെ പേരിൽ ഇറക്കിയിട്ടുണ്ട്. 4 പേര്? അല്ല, നിങ്ങൾക്ക് ഒരു 4 പേര് വേറെ പോയേക്കണോ? അപ്പൊ അവർക്ക് മനസ്സിലാവൂലേ നിങ്ങൾ അല്ലെന്ന്? അതൊന്നും ഒരു വിഷയമില്ല. വീട്ടിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നമ്മൾ ഇറക്കിയിട്ടുണ്ടേ. ഈ മുഖമൊക്കെ അങ്ങ് മേക്കപ്പ് ചെയ്ത് ഫുള്ള് മാറ്റി കഴിഞ്ഞാലേ ആളാരാന്നൊന്നും മനസ്സിലാവത്തില്ലേ. ലാസ്റ്റ് പ്രൈസ് മേടിക്കാൻ മാത്രം ഒറിജിനൽ ഫേസ് കൊണ്ട് പോയാൽ മതി. ശരണി, ആദ്യം ഞാനൊരു കത്തിക്കരിഞ്ഞ ജഡമായിട്ടാണ് കിടക്കുന്നത്. അതായിരിക്കും തിരിച്ചറിയാൻ പറ്റുന്നത്. ഇല്ല, അത് കഴിഞ്ഞ് ഞാൻ മഞ്ഞിലൂടെ പോകുന്ന കരടിയാണ്. അടിപൊളി. നമ്മള് ചെയ്യാൻ പോണ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മുഖത്ത് ആസിഡ് വീണിട്ട് മുഖം മുഴുവൻ പൊള്ളിപ്പോയ അത് കഴിഞ്ഞിട്ട് മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തുന്ന ഒരാള് ഇങ്ങനെ ഓടി മനസ്സിലാവില്ല, പിടിക്കാൻ പറ്റില്ല. ഇത് 4 പേരെ ആൾക്കാരെ വിട്ടേക്കേ. വേറെ ആൾക്കാരെ വിട്ടേക്കണേ. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ പ്രച്ചന്റെ വേഷത്തിന് പേര് കൊടുത്താ. വേറെ ഒന്നിനും അത് നടക്കത്തില്ല. അല്ല, അപ്പൊ ഈ മത്സരത്തിന് ഫസ്റ്റും സെക്കൻഡും തേർഡും നിങ്ങളുടെ ആളുകൾക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ആര് പോയി മേടിക്കും? ഫസ്റ്റ് ഞാൻ പോയി മേടിക്കും. എന്നിട്ട് സെക്കൻഡ് അനൗൺസ് ചെയ്യുമ്പോ വേഷം മാറി വേറൊരു വേഷം. അടിപൊളി. തേടാരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. ലാൽ സാറേ, ഈ സുന്ദരിക്ക് പൊട്ടുകുത്തൽ എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് എന്നെ വിളിച്ചായിരുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് അവിടെ ചെന്നപ്പോ അവിടെ രശ്മിക മന്ദാനയുടെ ഫോട്ടോ എനിക്ക് ഈ കാണിച്ചു. അപ്പൊ തന്നെ വിട്ടിട്ട് ഞാനിങ്ങ് പോന്നു. അപ്പൊ ഞങ്ങൾ അടുത്ത പ്രാക്ടീസിൽ ചെയ്തു. റെഡി. മൈ ജി ഫ്യൂച്ചർ ഫണ്ട് ബേബി ഫണ്ട് വരൂ ചിരി സൂര്യക്കൊപ്പം കോ പ്രസന്റഡ് ബൈ സൺഫീസ് വൗസസ്, കോ പവർഡ് ബൈ ക്യാമറി ഐസ്ക്രീംസ്, KSFE ഹാർമണി ചുട്ടികൾ, ഹെൽത്തി ഗ്രോസർ കായം മിൽബാക്കർ, ഫുഡ് പാർട്ണർ ഈസ്റ്റേൺ, മാട്രിമോണി പാർട്ണർ M4Marry.com, ടേസ്റ്റി പാർട്ണർ ചിക്കിംഗ്, ഹെൽത്ത് പാർട്ണർ സൺറൈസ് ഹോസ്പിറ്റൽസ്. മൈ ജി ഫ്യൂച്ചർ ഫണ്ട് ബേബി ഫണ്ടിൽ വരൂ ചിരി സൂര്യക്കൊപ്പം വേദിയിൽ അടുത്തതായി പെർഫോം ചെയ്യാൻ എത്തുന്നു തോമസ്. നമസ്കാരം തോമസ്. നമസ്കാരം. രമേശേട്ടാ നമസ്കാരം. നമസ്കാരം. ലാൽ സാർ നമസ്കാരം. നമസ്കാരം. ദേവി സാർ നമസ്കാരം. ആര്യ മാഡം നമസ്കാരം. തോമസ് എവിടുന്ന തോമസ് വരുന്നത്? സാർ ഞാൻ കോലഞ്ചേരി എറണാകുളം ജില്ലയിലെ. എന്ത് ചെയ്യുന്നു തോമസ്? ഞാനിപ്പോ കേരള ഫീഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് സാർ. ഹ്യൂമറൊക്കെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യോ ഇന്നിവിടെ? ശ്രമിക്കാം സാർ, മാക്സിമം ശ്രമിക്കാം സാർ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ. തോമസ് ഇതിനു മുമ്പ് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ടായിരുന്നോ? സ്റ്റേജ് പ്രോഗ്രാമായിട്ടല്ല, ഇങ്ങനെ കുറച്ച് പരിപാടികളിൽ ഇങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് സാർ. ആണല്ലേ? കോൺഫിഡൻസ് ഇല്ലേ? ആളുകളെ ചിരിപ്പിക്കാവുന്ന നല്ല കോൺഫിഡൻസ് ആണ് സാർ. പിന്നെ അല്ല. ഹലോ നമസ്കാരം, എൻ്റെ പേര് തോമസ് എന്നാണ്.
ചേട്ടാ ഞാനൊന്ന് വരുന്ന വഴിക്കേ എന്റെ ഒരു അമ്മാവനെ കണ്ടു. പറഞ്ഞു വരുമ്പോ ഒരു അകന്ന ബന്ധുവാ, പക്ഷെ വീടിനടുത്ത താമസം. അപ്പൊ പുള്ളിയെ കണ്ടപ്പോ ഒരു ഫോർമാലിറ്റിയുടെ പുറത്ത് അമ്മാവ ഗുഡ് മോർണിംഗ് എന്നൊന്ന് പറഞ്ഞു പോയി. അപ്പൊ തന്നെ പുള്ളി ചോദിച്ചു, മോനെ നിനക്ക് ജോലിയൊന്നും ആയില്ലേടാ, പുല്ല് മിണ്ടാ സൈഡികളെ പോന്നാ മതിയായിരുന്നു. അതിന്റെ അമ്മാവൻ എന്നോട് ചോദിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം എന്റെ വീട്ടുകാർക്കും ഇല്ലാത്ത ആവലാതിയാണല്ലോ ഈ അലവലാതി കേസ് ഈ അമ്മാവൻ പറഞ്ഞത് ഒരാശ്വാസം. എന്താണെങ്കിലും നമ്മുടെ നാട്ടില് ജോലി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപ പോലെയാണ്. ഡെയിലി നമ്മുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും നമ്മുടെ നാട്ടില് നല്ലൊരു ജോലി കിട്ടണ്ടായിന്. മനുഷ്യരോട് പറയാൻ നല്ലൊരു ജോക്ക് കിട്ടുള്ള അന്നേരമാണ് നല്ലൊരു ജോലി. അപ്പോ ഞാൻ ഇങ്ങനത്തെ കുറെ അമ്മാവന്മാരുടെ പ്രഷർ കാരണം ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു PSC ക്ലാസ്സിൽ പോയി ചേർന്നു. അവിടെ പഠിപ്പിക്കാൻ വന്ന സാറ് ചോദിക്കുകയാണ്, രാമുവിന്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി റൈറ്റിലേക്ക് ഒരു 7 കിലോമീറ്ററും ലെഫ്റ്റിലേക്ക് ഒരു 6 കിലോമീറ്ററും മെട്രോ വഴി ഒരു 10 കിലോമീറ്ററും പോയി കഴിഞ്ഞാൽ രാമുവിന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പൊ ഏത് ദിശയിലാണ് നിൽക്കണേന്ന്. രാത്രി 7 മണി ആയി കഴിഞ്ഞാൽ 3 പേരോട് വഴി വെച്ചിട്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നത്. ആ എന്നോടാണ് രാമുവിന്റെ വീട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ PSC വഴിയുള്ള ജോലിയും ഈ ഓൺലൈൻ ഗെയിം കളിച്ചിട്ട് കോടികൾ ഉണ്ടാക്കാന്ന് പറയുന്നതും ഏകദേശം ഒരേപോലെയാണ്. കാരണം രണ്ടും ഒരിക്കലും നടക്കാൻ പോലുള്ള. പിന്നെ നമ്മളെങ്ങാനും കഷ്ടപ്പെട്ട് കുറെ കാലം ട്രൈ ചെയ്ത് കിട്ടിയാ കിട്ടി. അപ്പോ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ചേട്ടാ, ഈ ആപ്പിളിന്റെ ഒക്കെ പണ്ടത്തെ CEO ആയിരുന്നു മറ്റേ സ്റ്റീവ് ജോബ്സ് എങ്ങാനും നമ്മുടെ നാട്ടിലായിരുന്നു ജനിച്ചായിരുന്നെങ്കിൽ പുള്ളി സ്റ്റീവ് ജോബ്സ് ആവുമായിരുന്നോ? ഒരിക്കലും ഇല്ല. പുള്ളി സ്റ്റീവ് ജോബ്ലെസ് ആയി പോയനെ. അതുപോലെ സുന്ദർ പിച്ചയൊക്കെ ഇല്ലേ, വെറും പിച്ച. അപ്പൊ ഞാൻ കാണുന്ന എല്ലാ കമ്പനീസിനും എന്റെ റെസ്യൂമെ അയച്ചു കൊടുക്കാൻ തുടങ്ങി. എന്റെ ഭാഗ്യം എന്ന് പറയട്ടെ, ഒറ്റ കമ്പനി എന്നെ വിളിച്ചില്ല. അവസാനം ഏതോ കമ്പനിയിലെ കണ്ണാളാൻ പാളാത്ത HR ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, തോമസ് വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years? നിങ്ങളെ 5 വർഷം കഴിഞ്ഞിട്ട് എവിടെ കാണാൻ ആഗ്രഹിക്കുന്നു? സബ് ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ മലയാളത്തിലൂടെ പറഞ്ഞത്. എന്നാണെങ്കിലും 5 വർഷം പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നുള്ളൂ എനിക്കൊരു ധാരണയില്ല. ചിലപ്പോൾ രമേശോടെ എനിക്ക് ബെസ്റ്റ് പെർഫോമർ അവാർഡൊക്കെ തരുമായിരിക്കും. തരില്ലേ? അറിയില്ല, കേട്ടു നോക്കട്ടെ. ഓക്കെ. എന്താണെങ്കിലും അന്ന് ആ HR അവസാനത്തെ ദിവസമായതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തി എനിക്ക് ജോലി തന്നു. പക്ഷെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ആ കമ്പനിയിലെ MD ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടായി. അപ്പൊ ഈ മീറ്റിംഗിൽ വെച്ച് MD പറഞ്ഞു, തോമസ് നമ്മുടെ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. പിന്നീടാണ് ഈ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞ വാക്കിന്റെ അപകടം എനിക്ക് മനസ്സിലാവണേ കേട്ടാ. അതായത് 9 to 5 നിങ്ങൾ എന്താണെങ്കിലും ജോലി ചെയ്യണം. അത് ഈ ഓവർ ടൈം ചെയ്യില്ലേ, അതിനെയാണ് ഈ മാതിരി ഫ്ലെക്സിബിൾ എന്ന് പറയണേ. ഈ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞ വാക്കിന്റെ മലയാള അർത്ഥം വളവന്ന. ഞാൻ വളഞ്ഞ് അവസാനം ഒടിയേണ്ട അവസ്ഥയെ. എന്നിട്ട് ഞാൻ ആ കമ്പനി തന്നെ തുറന്നു. എന്തിനാന്നറിയോ സാർ, എനിക്ക് അമ്മാവന്റെ മുമ്പിൽ ഒന്ന് ആളാവാൻ വേണ്ടി. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മാവനെ കണ്ടു. അപ്പൊ അമ്മാവനെ കണ്ട വഴി അമ്മാവൻ ചോദിച്ചു, മോനെ നിനക്ക് ജോലിയൊന്നും ആയില്ലാണ്, ഇയാളിത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മാവാ ഞാനിപ്പോ ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. അമ്മാവന്റെ കണ്ണ് ആദ്യമായിട്ട് നിറയുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി അമ്മാവാ? എടാ ഞാൻ ആരോട് ജോലിയൊന്നും ആയില്ലടാന്ന് ചോദിക്കുന്നു. കള്ള അമ്മാവൻ. എന്തായാലും ഞങ്ങളുടെ ഓഫീസിലാണെങ്കിൽ ഓവർ ടൈം കൂടി വരിക. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഓവർ ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ MD കയറി വന്നു. അപ്പൊ MDയോട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇന്ന് രാവിലെ വന്നതാണ്, ഇപ്പൊ രാത്രി 10 മണിയായി. അപ്പൊ നാളെ രാവിലെ എങ്ങനെയാ കുറച്ച് വൈകി വന്നാന്ന് അറിയാൻ വേണ്ടിയാ ചോദിച്ചത്. അപ്പൊ പുള്ളി അറിയാ, തോമസ് രാവിലെ വന്നതാണോ? അയ്യോ രാത്രി ഇത്ര ലേറ്റ് ആയല്ലോ. ഒരു പണി, ബാക്കി നാളെ രാവിലെ നേരത്തെ വന്നിട്ട് ചെയ്തായിരുന്നു. പിറ്റേ ദിവസം നേരത്തെ വന്നിട്ട് റിസൈൻ ചെയ്തു. പിന്നെ അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ പിന്നെ അമ്മാവൻ, മോനെ നിനക്ക് ജോലിയൊന്നും ആയില്ലടാന്ന് ചോദിച്ചു. ഇയാളെ മിക്കവാറും ഞാൻ തന്നെ തല്ലിക്കൊല്ലും. എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് വേറൊരു കമ്പനി ജോലി കിട്ടി കേട്ടാ. അപ്പൊ അവിടെ കയറുന്നതിന് മുമ്പ് അവിടുത്തെ MD ആയിട്ട് പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായി. അപ്പൊ MDയോട് അങ്ങോട്ട് ചോദിച്ചു, സാർ നമ്മളിവിടെ ഫ്ലെക്സിബിൾ ആയിട്ടൊന്നും ജോലി ചെയ്യേണ്ട വരില്ലല്ലോ? ഇല്ല തോമസ്, നമ്മളങ്ങനെ നമ്മളെ എംപ്ലോയീസിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയില്ല. നമ്മളെല്ലാവരും ഇവിടെ ഒരു ഫാമിലി പോലെയാണ്. അപ്പൊ നമ്മളെല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് വേണം. ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളി എന്നെ 2 വർഷത്തെ ബോണ്ട് എഴുതി വാങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ചേട്ടാ മനസ്സിലായ തല്ലിപ്പൊളി കമ്പനി. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ സീനിയറിനോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ AC ഉണ്ടാവുമോ? മോനെ ഇവിടെ AC അല്ല PC ആണ്. PC-യോ? ആ പുറത്തെ കാറ്റുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഈ കമ്പനിയിലെ MDയും എന്റെ മുമ്പത്തെ MDയും ഏകദേശം ഒരേ സ്വഭാവക്കാരാണ്. കാരണം 2 സൈക്കോളാ. കാരണം ഈ പുള്ളി എനിക്കൊരു വർക്ക് തന്നു. ഞാൻ 2-3 ദിവസം കഷ്ടപ്പെട്ടിരുന്ന് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് പുള്ളിയുടെ മുമ്പിൽ ചെന്ന് പ്രസന്റ് ചെയ്തു. പുള്ളി ഇത് ഫുൾ കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കണം, തോമസ് നമുക്ക് ഇതിന് 3-4 വേറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു, സാർ ഇത് തന്നെ വളരെ കഷ്ടപ്പെട്ട് 2 ദിവസം ഉറക്കം ഉളച്ചിട്ടാണ് സാർ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, തോമസ് ഡോണ്ട് ഗീവ് സച്ച് എക്സ്ക്യൂസസ്. നമ്മുടെ എന്തിനും 3-4 ഓൾട്ടർനേറ്റീവ്സ് വേണം. നമ്മുടെ എന്തിനും 3-4 ഉത്തരങ്ങൾ വേണം. ഓക്കെ സാർ, സാറിന്റെ അച്ഛന്റെ പേരെന്താന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പിന്നെയും ഞാൻ അൺഎംപ്ലോയ്മെന്റ് ആയി. ഇപ്പോഴത്തെ എന്റെ മെയിൻ ജോലി എന്താണെന്ന് അറിയാട്ടാ, ഈ ആദ്യം പറഞ്ഞ അമ്മാവല്ലേ പുള്ളിയുടെ കണ്ണുപൊട്ടിച്ച് കിടക്കലാണ് ഇപ്പോഴത്തെ എന്റെ പ്രധാന ജോലി.
എല്ലാം അവസാനിപ്പിക്കാൻ നേരത്ത് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഞാൻ വലുതാകുമ്പോൾ ഈ നാടിനെയൊക്കെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ വലുതായി കഴിഞ്ഞ് ഈ നാട്ടിൽ കിട്ടുന്ന സാലറി തന്നെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു അവസ്ഥ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റ് ഇതുവരെ ജോലിയൊന്നും സെറ്റ് ആവാത്തവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. രമേശ് ചേട്ടാ, തോമസേ, നല്ല രസമുണ്ടായിരുന്നു തോമസിന്റെ ഇടയ്ക്ക് ഇച്ചിരി ഇങ്ങനെ തപ്പിക്കളി ഓർമ്മയൊക്കെ പോലെ പോകുന്നുണ്ടെങ്കിലും പറഞ്ഞ വിഷയങ്ങളും അതിലെ കുറെ വിറ്റുകളും ഒക്കെ വളരെ നല്ല തമാശയായിരുന്നു. തോമസ് ഓരോ ആൾക്കാരെ ഞാൻ കാണുമ്പോഴും അവര് തമാശകൾ എടുത്തുകൊണ്ടിരുന്ന മേഖലകൾ പലതാ. അവനവന് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെ കേട്ടുപരിചയമുള്ള മേഖലകളിൽ നിന്നാണ് എടുത്തുകൊണ്ടിരുന്നത്. തോമസ് അങ്ങനെ എനിക്ക് തോന്നുന്നു തോമസിന് ആ ഒരു പ്രദേശം, ജോലി, കാര്യങ്ങളൊക്കെ വളരെ കൃത്യം. ആ അമ്മാവന്റെ ഒരു കാലത്ത് മുഴുവനുള്ള ഒരു ചോദ്യമായിട്ട് ഇപ്പൊ കുറച്ച് ഒതുങ്ങിയും തോന്നി. അമ്മാവന്മാരെയൊക്കെ നല്ലോണം പിള്ളേര് തിരിച്ചു പറയാൻ തുടങ്ങിയിട്ട് താടിക്കിട്ട് തട്ടാൻ തുടങ്ങിയപ്പം ചെറുതായിട്ട് ഈ ചോദ്യം നിർത്തിയിട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ ദാസേട്ടനോടോ മറ്റേ ആരോട് ചോദിച്ചിട്ടുണ്ട്, പാട്ട് തന്നെയാണോ അതോ വേറെ പണിയല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജോലി ഇതോടെ വേറെ പണിക്ക് വെക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമൊക്കെ അതെല്ലാം ഉൾപ്പെടുത്തി ഗംഭീരമായിട്ട് ചെയ്തു. സൂപ്പറായി കേട്ടോ. ലാൽ സാർ. തോമസ് നന്നായിരുന്നു. തോമസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ നല്ല തമാശകൾ ഉണ്ടായിരുന്നു. ആവശ്യമില്ലാത്തൊരു ടെൻഷൻ വലിച്ചു കയറ്റിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ, ഇതൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് പറയുന്നത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മതിയായിരുന്നു. ഇത് ടെൻഷൻ ഇല്ലാതെ വളരെ ഫ്ലുവന്റ് ആയിട്ട് ഈസി ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ ഡബിൾ ഇമ്പാക്ട് ഉണ്ടാകുമായിരുന്നു. അതിന് കുഴപ്പമൊന്നുമില്ല. തുടക്കമല്ലേ, നമുക്ക് പൊളിക്കാം. ബേബി സാർ. തോമസേ നന്നായിരുന്നു. തോമസിന്റെ അമ്മാവൻ മാത്രമല്ല, നാട്ടുകാർ പൊതുവെ അങ്ങനെയുള്ള ഒരാൾക്കാരാണ്. ജോലിയൊന്നും ആയില്ലെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ലാൽ സാറൊക്കെ തന്നെ 10-50 ദിവസമൊക്കെ രാത്രിയില്ല പകലില്ലാണ്ട് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് കിടന്നുറങ്ങി രാവിലെ ഒരു ചായ കുടിച്ച് ഇറങ്ങി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ചോദിക്കും, ഷൂട്ടിംഗ് ഒന്നും ആയില്ലേ എന്ന് ചോദിക്കും. അത് നമ്മുടെ നാട്ടുകാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷേ തോമസിന്റെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, നല്ല തമാശകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് MD ചോദിക്കുന്നു, മറ്റേ എല്ലാത്തിനും 4 ഉത്തരങ്ങളെങ്കിലും നമ്മൾ കരുതി വെക്കണം, സാറിന്റെ അച്ഛന്റെ പേര് ഞാൻ ചോദിച്ചുള്ളൂ എന്നൊക്കെ പറയണത് നല്ല തമാശയായിരുന്നു. പക്ഷെ പ്രസന്റ് ചെയ്തപ്പോ അതൊരു എന്തോ കിട്ടാത്ത പോലെ തോന്നിപ്പോയെന്നേ ഉള്ളൂ. പക്ഷെ തമാശകളുണ്ടായിരുന്നു, നന്നായിരുന്നു. ബേച്ചേട്ടാ, ഞാനൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ ബേച്ചേട്ടനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പുള്ളി മാർക്കറ്റിംഗ് ആണല്ലോ, പിന്നെ അത്യാവശ്യം പുള്ളിയുടെ പ്രസന്റേഷൻ ഒന്ന് ഞങ്ങൾക്ക് ഇഷ്ടമായേ. ഞങ്ങൾ പുതിയൊരു ബ്രാൻഡ് ഇറക്കുന്നുണ്ട്. അപ്പൊ ആ ബ്രാൻഡിന്റെ മാർക്കറ്റിംഗ് തോമസിനെ ഏൽപ്പിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കണേ. നല്ല കാര്യം അല്ലേ? നല്ലൊരു കാര്യം. കിടിലൻ സാധനമാണ്. ബ്രാൻഡ് നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടും. അതെ, അതുപോലെ ഞാനിപ്പോ സാറ് ഇതൊക്കെ ഇതിനെ പറ്റിയൊക്കെ പറയുമ്പോഴേ സാറ് വെറുതെ അല്ല പണക്കാരനായത്. സാറ് ഇപ്പൊ സാർ ഇവിടെ വന്നിട്ട് ഇത്രയല്ലേ ആയുള്ളൂ. ഇപ്പൊ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ എന്തൊക്കെ വേണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ സാറ് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഇത്ര ഏത് ബിസിനസ് ചെയ്താലും സാർ അതിനകത്ത് അത്രയും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഒബ്സർവേഷന്റെ ആളാണ്. ചേട്ടൻ ഇത്ര ഒബ്സർവ് ചെയ്ത് പറഞ്ഞത് തന്നെ ഞങ്ങളുടെ മാർക്കറ്റിങ്ങിന് പുള്ളി ഉപയോഗിക്കാൻ വേണ്ടിട്ട്. എന്റെ ഒബ്സർവേഷൻ ആകെ ഒരു തെറ്റ് പറ്റിയിട്ടില്ല. ബേബി സാറ് വരെ ഇംപ്രസ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം എല്ലാ കറക്ഷനൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമ്മൾ വരും അല്ലേ? യെസ്. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഫുഡൊക്കെ? നല്ല രുചി ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ വെറൈറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടൻ ഉണ്ടാക്കിയതാണോ? ഞാനല്ലേ ഉണ്ടാക്കിയത്. വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാ ബേബി മോലാളിയോട് അവിടെ ഇരിക്കുന്ന ആളോടൊക്കെ പറഞ്ഞു. എന്നാലും എനിക്കൊരു പരസ്യം കിട്ടുള്ളൂ. അയ്യോ ചേട്ടൻ നല്ല ഫുഡായിരുന്നു ഇന്നലെ കഴിച്ചത്. ഞാനാണ് നിങ്ങളുടെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഫുൾ പാചകത്തിന്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. കോൺട്രാക്ട് ഞാനാ. ശരി ശരി. സാറേ, വേറെ ഒന്നും തോന്നരുത്. ഇത്രയും പടമൊക്കെ ചെയ്ത ഒരാളല്ലേ, തന്റെ വയറ് കണ്ടിട്ട് സാറിന് തോന്നാൻ? അതല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വന്ന മണ്ടത്തരം പറ. മണ്ടത്തരമല്ല, എന്നൊരു കാര്യം പറയാനുണ്ടെന്ന്. മണ്ടത്തരം ആയിരിക്കുമല്ലോ. ഞാൻ പറയാം. ഏത് മണ്ടത്തരം? മണ്ടത്തരം പറയുന്നത് കൊച്ചായിരിക്കും ഏറ്റവും നല്ലൊരു ചിത്രം. അല്ല, ഞാൻ പറയാം. മണ്ടത്തരോ? അതല്ല, മണ്ടത്തരമല്ല. അതെ, തന്റെ കൂടെ വന്നേക്കണ മറ്റേ അസിസ്റ്റന്റ് കുക്കില്ലേ, അത്ര പോരാ പുള്ളി. എന്താ അങ്ങനെ പറഞ്ഞേ? നമുക്ക് വേറെ ആളെ നോക്കാം. ഞാനിത് മാഡത്തോട് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ. പുതിയ ഒരാളെ തപ്പുന്നത് എപ്പോഴും നല്ലതാ. ഈ സാറ് മാഡത്തിന് ഒട്ടും യോജിക്കില്ല. മാച്ചില്ല.
ഇവിടെ തന്റെ അസിസ്റ്റന്റിനെ മാറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ബേബി മോളെ അസിസ്റ്റന്റിനെ നമുക്ക് മാറ്റാലോ. അത് വെറുതെ വേപ്പല കീറാൻ വേണ്ടി വന്നേക്കണല്ലേ. മെയിൻ ചാർജ്, മെയിൻ ഇളക്കുകാരൻ പാചകം ഞാനല്ലേ. എന്റെ പൊന്ന് സാറേ, ലാൽ സാറേ, ഞാൻ അങ്ങനെ ഒരു സാധാരണ പാചകക്കാരനൊന്നുമല്ല. ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ കുക്കായിരുന്നു ഞാൻ. അവിടെ നിന്ന് രാജിവെച്ചിട്ടാണ് ഞാൻ ഈ ഓണാഘോഷ പരിപാടി ഏറ്റെടുത്തത്. അയ്യോ, എന്താ രാജിവെച്ചത്? ഞാന് ലാലേട്ടന്റെ ബാലേട്ടൻ സിനിമ കണ്ടോണ്ടിരിക്കായിരുന്നു. പെട്ടെന്ന് അച്ഛൻ മരിച്ചു. ഞാനും ലീവ് ചോദിച്ചു, ആള് തന്നില്ല. ഞാനപ്പൊ തന്നെ രാജിവെച്ചു. അയ്യേ, അച്ഛൻ മരിച്ചൊന്നുകൊണ്ട് ലീവ് വന്നില്ലേ? ആന്നേ, അയാൾ എന്റെ മുഖത്ത് നോക്കി ചോദിക്കാ, ലാലേട്ടനില് മോഹൻലാലിന്റെ അച്ഛൻ നെടുമുടി വീണ് മരിച്ചതിന് നിനക്ക് എന്തിനാ ലീവ്? അപ്പൊ തന്നെ രാജിവെച്ച് ഞാൻ. കളിക്കണം. അല്ല, താനിപ്പോ അത്ര ഈ 5 സ്റ്റാർ ഹോട്ടൽ പരിപാടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു കോഴിയെ കിട്ടിയ എന്ത് ചെയ്യും? പെട്ടെന്നൊരു കോഴിനെ കിട്ടാൻ ഒറ്റപ്പെടുത്തം കഴുത്തിന്, എന്നിട്ട് അതിന്റെ പപ്പോരോട് പറിച്ചെടുക്കും. ആ തൂവലിന്റെ 2 സൈഡ് കളഞ്ഞിട്ട് ആ തുമ്പ് മാത്രം നിർത്തിയിട്ടുണ്ടല്ല, ഒരു കറിക്കും ഇത്രയും രുചി ഉണ്ടാവില്ല. അതല്ലേ ഞാൻ ചോദിച്ചത്, കോഴി വെച്ച് എന്തുണ്ടാക്കുമെന്ന്. കോഴി വെച്ച് പെട്ടെന്ന് നമുക്ക് ഉദയയുടെ എമ്പളം ഉണ്ടാക്കാം. അതല്ലെന്നേ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കോഴിമുട്ട കിട്ടിയാൽ എന്ത് ചെയ്യും? കോഴിമുട്ട കിട്ടിയാൽ കൂടോത്രം ചെയ്യും, തകർത്ത് തരിപ്പണായി കളയും. ശരി, പകലത്തെ ഭക്ഷണങ്ങളൊക്കെ ആണല്ലോ നിങ്ങളിപ്പോ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതെ അതെ. രാത്രി എന്താ പതിവ്? രാത്രി നല്ല ഉറക്കമാണ്, കാരണം പകല് നല്ല ക്ഷീണമായിരിക്കും. ഓണസദ്യയൊക്കെ കെങ്കേമോ ആക്കണം കേട്ടോ. പിന്നെ 18 കൂട്ടം കറിയല്ലേ, പായസം 3 തരാം. നല്ലൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ഏറ്റവും നന്നായിട്ടുണ്ടാക്കുന്ന ഐറ്റം ഏതാണ്? സാറെ, പച്ചക്കറിയിൽ ഞാൻ നിരവധി കറികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സാമ്പാറിലാണ് എന്റെ സ്പെഷ്യൽ. അത് ലോകത്ത് എന്നെ പോലെ സാമ്പാർ ഉണ്ടാക്കാൻ ഇന്ന് ഒരു പാചകക്കാരനില്ല. ഇതെങ്ങനെ സാധിക്കുന്നത്? അതിനാണ് ഈസ്റ്റേൺ സാമ്പാർ പൊടി. ചിലർക്ക് ചില രുചി, ചിലർക്ക് വേറെ രുചി, ചിലർക്ക് ചില ഇഷ്ടങ്ങള്, ചിലർക്ക് വേറെ ഇഷ്ടങ്ങള്. ഇപ്പോ സാമ്പാറിൽ തന്നെ ചില ആളുകൾക്ക് കായം കൂടുതലുള്ള സാമ്പാറായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് കായം കുറവുള്ള സാമ്പാറായിരിക്കും ഇഷ്ടം. ഇത് രണ്ടും ഈസ്റ്റേൺ ഇറക്കുന്നുണ്ട്. എനിക്ക് പണിയിൽ അത് വെറുതെ ഇടാതെ ഇളക്കി കൊടുക്കാത്തുള്ളൂ. സൂപ്പർ സാമ്പാറായിരിക്കും. സത്യത്തിൽ എനിക്കല്ല ഇതിന്റെ ക്രെഡിറ്റ്, ഈസ്റ്റേണിനാ. അതെ, ഇനിയിപ്പോ നമ്മുടെ പ്രൈസ് കൊടുക്കുന്ന സെഗ്മെന്റ് അല്ലേ? അതെ. അതിനു മുന്നേ ഞാനൊന്ന് പോയി നമ്മുടെ ഓണം സെലിബ്രേഷന് വേണ്ടിയുള്ള നാടോടി നൃത്തത്തിനുള്ള ഡ്രസ് ചെയ്തിട്ട് വേഗം ആൾക്കാരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഐറ്റമാ. അപ്പൊ സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡാൻസ് ഉണ്ടേ? ഇന്നത്തെ വിജയികൾ ആരാണെന്ന് അറിയണ്ടേ? അതിനു മുന്നോടിയായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം ലാൽ സാർ, രമേശ് ചേട്ടാ, പ്ലീസ്. Let's welcome Thomas and Sangeet. വിജയ് ആരെന്നറിയാം. അതിനു മുന്നോടിയായിട്ട് മൈ ജി ഫ്യൂച്ചർ മൈ ഇൻസ്പിറേഷണൽ സ്റ്റോറി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സലീം കുമാർ ഏട്ടന്റെ ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്യുന്ന ദിവസം പെട്ടെന്നൊരിക്കൽ കലാഭവമണി ചേട്ടൻ വിളിച്ചു. കലാഭവമണി ചേട്ടൻ വിളിച്ചിട്ട് സലീം കുമാർ ഏട്ടനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ചാലക്കുടി പുഴയുടെ തീരത്ത് അദ്ദേഹം ഒരു കണ്ണ് കാണാത്ത കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്തു കൊടുക്കുന്നതിന്റെ ഒരു അത് കഴിഞ്ഞ ആ കുട്ടി വരിക എന്തോ ചെയ്യുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടൊരു പ്രോഗ്രാം വേണം. അപ്പൊ സലീം കുമാറിന്റെ ട്രൂപ്പിന്റെ പ്രോഗ്രാം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പ്രോഗ്രാം അവിടെ ബുക്ക് ചെയ്തു. ഞങ്ങള് 8 ആർട്ടിസ്റ്റുകളും 4 ടെക്നീഷ്യന്മാരും ഒക്കെ കൂടെ അദ്ദേഹത്തിന്റെ ചാലക്കുടിയിലെ ആ പുഴയുടെ തീരത്ത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയി. അപ്പൊ സലീം കുമാർ ഏട്ടൻ എന്നോട് പറഞ്ഞു, ഞാനാണ് ആ ട്രൂപ്പിന്റെ മാനേജർ, കലാഭവമണിയുടെ പൈസ മേടിക്കണ്ട കേട്ടോ, നമ്മള് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഷോ ചെയ്യുന്നതല്ലേ, അത് ഞാൻ തരാം, തൽക്കാലം ഈ ട്രൂപ്പിന്റെ പ്രോഗ്രാമിന്റെ പൈസ അവിടുന്ന് മേടിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. പ്രോഗ്രാം ഒക്കെ ഗംഭീരമായതിനു ശേഷം കലാഭവമണി ചേട്ടൻ അന്ന് വലിയ സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയമാണ്. മണിച്ചേട്ടൻ വന്ന് സ്റ്റേജിന്റെ ബാക്കിൽ വന്ന് ഞങ്ങളെല്ലാം പരിചയപ്പെട്ടിട്ട് ഞങ്ങൾക്ക് പൈസ തരാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ പൈസ മേടിക്കണ്ടെന്ന് പറഞ്ഞു, പൈസ തരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അല്ല ഇത് നിങ്ങളുടെ ട്രൂപ്പിന് സാധാരണ കിട്ടുന്ന ഒരു എമൗണ്ട് അല്ല, ഇത് സാധാരണ വിലയേക്കാൾ കൂടുതലും ഉണ്ട് ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഒട്ടും തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതുമല്ല, അപ്പൊ ഞാൻ കുറെ തവണ വേണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർബന്ധിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ ഈ പൈസ മേടിച്ചോണ്ട് പോയാൽ സലീം കുമാരൻ എന്നെ ചീത്ത വിളിക്കും, എന്നെ വഴക്ക് പറയും, വേണ്ടാന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോ മണിച്ചേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ പൈസ നിങ്ങൾ മേടിച്ചോ, എന്നിട്ട് സലീം കുമാരനോട് പോയിട്ട് മേടിച്ചില്ല എന്ന് പറഞ്ഞു, അപ്പൊ അവന് നിങ്ങൾക്ക് പൈസ തരും, ആ പൈസ നിങ്ങളുടെ കയ്യിലാവുമല്ലോ എന്ന് പറഞ്ഞു, 2 സൈഡിൽ നിന്ന് പൈസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളത് മേടിച്ചു. ഞാൻ സലീമേട്ടനോട് ഇന്നതാണ് സംഭവിച്ചത്, അവിടുന്ന് തന്നു എന്ന് പറഞ്ഞു.
സലീമേട്ടനും ഞങ്ങൾക്ക് പൈസ തന്നു. ഞാൻ ഈ അനുഭവം പറഞ്ഞത് അന്ന് മണിച്ചേട്ടൻ പൈസ തരുന്നു. ശരി, എന്നാ മണിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ ഇനി ഞാൻ തരേണ്ടതുണ്ടോ എന്ന് സലീം കുമാർ ഏട്ടൻ ചിന്തിച്ചില്ല. ഇവര് രണ്ടുപേരും ഞങ്ങൾ എല്ലാവർക്കും അന്നത്തെ ദിവസം പൈസ തന്നതിൽ നിന്നും എന്റെ ഈ ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ പറ്റുന്നതിനേക്കാൾ അല്പം കൂടിയും ചെയ്യുക, അതിനൊപ്പവും മറ്റുള്ളവരിൽ നിന്ന് എത്തിക്കാവുന്ന സഹായവും നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം എത്തിക്കുക. ഒരു കലാകാരൻ അല്ലെങ്കിൽ പൊതുവേദികളിൽ പ്രകടനം അവതരിപ്പിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇവിടെ വരുന്ന ഓരോ മത്സരാർത്ഥികളും അവർ ഗ്രൂപ്പായിട്ട് നിന്നൊരു പരിപാടി ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഈ ഒരു കാര്യം പരസ്പരം നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ അളവറ്റതാക്കുക, കഴിയാവുന്നത്രയും ചെയ്യുക. ആരാണ് ഇന്നത്തെ മികച്ച പെർഫോമർ? ഇവിടെ മത്സരിച്ചത് സംഗീതറാമും തോമസും ആണ് അല്ലേ? രണ്ടുപേരുടെയും നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ തോമസ് ഇന്ന് സ്വല്പം ടെൻഷനിലായി പോയി. അടുത്ത പ്രാവശ്യം ഉഷാറാകും ഉറപ്പാണ്. നല്ല തമാശകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തിരി ആവേശക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം സംഗീതറാമിനെ വിജയമായിട്ട് പ്രഖ്യാപിക്കും. ഒന്നാം സമ്മാനം ലഭിച്ച സംഗീതേട്ടന് രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സിന്റെ ക്യാഷ് പ്രൈസ് ഉണ്ട്. സർ, മൈജി ഫ്യൂച്ചറിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. ക്യാമറി ഐസ്ക്രീം റെൽ വെൽവെറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. തോമസിനുമുണ്ട്. ചിക്കിങ്ങിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. മൈജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ടിൽ അടുത്തതായി വൗസസ് വൗ മൂമെന്റ്. ഈ പറച്ചന്റെ വേഷത്തിന് പേര് കൊടുത്തിട്ടുണ്ടല്ലോ? പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പോണ്ടേ സാറേ അവിടെ വിളിച്ചോണ്ടിരിക്കേ. അവിടെ നമ്മളിത് ആര്യ കണ്ടല്ലോ, 4 പേര് അവിടെ നമ്മുടെ പേരിൽ ഇറക്കിയിട്ടുണ്ട്. 4 പേരോ? അല്ല നിങ്ങൾക്ക് ഒരു 4 പേര് വേറെ പോയേക്കണോ? അപ്പൊ അവർക്ക് മനസ്സിലാവൂലേ നിങ്ങൾ അല്ലെന്ന്? അതൊന്നും ഒരു വിഷയമില്ല. കിട്ടിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ടേ. ഈ മുഖമൊക്കെ അങ്ങ് മേക്കപ്പ് ചെയ്ത് ഫുള്ള് മാറ്റി കഴിഞ്ഞാലേ ആളാരാന്നൊന്നും മനസ്സിലാവത്തില്ലേ. ലാസ്റ്റ് പ്രൈസ് മേടിക്കാൻ മാത്രം ഒറിജിനൽ ഫേസ് കൊണ്ട് പോയാ മതി. ആദ്യം ഞാനൊരു കത്തിക്കരിഞ്ഞ ജഡമായിട്ടാണ് തിരിച്ചറിയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ മഞ്ഞിലൂടെ പോകുന്ന കരടിയാണ്. മനസ്സിലാവും. നമ്മള് ചെയ്യാൻ പാടായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മുഖത്ത് ആസിഡ് വീണിട്ട് മുഖം മുഴുവൻ പൊള്ളിപ്പോയ. അത് കഴിഞ്ഞിട്ട് മണലൊഴിച്ച് തീ കൊളുത്തുന്ന ഒരാള് ഇങ്ങനെ മനസ്സിലാവില്ല, പിടിക്കാൻ പറ്റില്ല. ഇത് 4 വേറെ ആൾക്കാരെ വിട്ടേക്കേ. വേറെ ആൾക്കാരെ വിട്ടേക്ക്. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ പ്രച്ഛന്ന വേഷത്തിന് പേര് കൊടുത്താ. വേറെ ഒന്നിനും അത് നടക്കത്തില്ല. അല്ല, അപ്പൊ ഈ മത്സരത്തിന് ഫസ്റ്റും സെക്കൻഡും തേർഡും നിങ്ങളുടെ ആളുകൾക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ആര് പോയി മേടിക്കും? ഫസ്റ്റ് ഞാൻ പോയി മേടിക്കും. എന്നിട്ട് സെക്കൻഡ് അനൗൺസ് ചെയ്യുമ്പോ വേഷം മാറി വേറൊരു വേഷം. ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. പ്രിയ സദസ്, കാട്ടമ്പല്ലി റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികളിൽ കിഷോർ വർമ്മയുടെ സംഗീത സംവിധാനത്തിൽ ഷിജു അഞ്ചുമന ആലപിച്ച ഗാനത്തിനൊപ്പം ആര്യയുടെ നാടോടി നൃത്തം തുടരും. ഷൺമുഖൻ ഷൺമുഖൻ കറുകറുത്ത കാറിനോണറായവൻ. ഷൺമുഖൻ ഷൺമുഖൻ സ്റ്റണ്ട് മാസ്റ്ററായിരുന്ന ഷൺമുഖൻ. ശാന്തമായ രാത്രിയിൽ ഷൺമുഖന്റെ കാറിൽ കാട്ടിനുള്ളിൽ ട്രിപ്പ് പോയി ജോർജ് സാറും കൂട്ടരും. നാട്ടിലുള്ള പാതകങ്ങൾ തീർത്തിടേണ്ട പാലകർ സ്റ്റേഷനുള്ളിൽ വെച്ചു ചെയ്തു ബ്രൂട്ടലായ മർഡർ. കൂട്ടരെ, ഈ ജോർജ് സാർ ആരാണെന്ന് അറിയാമോ? ഓഹോ, 35 വർഷം സർവീസുണ്ട് ജോർജ് സാറിന്.
DYSP ആയി റിട്ടയർ ആകുമ്പോൾ ജോർജു സാറു പഴയ ജോർജു സാറു തന്നെ. ജോർജു സാറിനു റിഗററ്റില്ല, റിഗററ്റില്ല, റിഗററ്റില്ല. മറവു ചെയ്ത ബോഡി തന്റെ മോന്റെ ആണെന്നറിയവേ തൊണ്ട പൊട്ടിയലറി സ്റ്റണ്ട് മാസ്റ്ററായ ഷൺമുഖൻ. താഴത്തും വയ്ക്കാതെ തലയിലും വയ്ക്കാതെ ഹോസ്റ്റലിൽ നിർത്തിയ പൊന്നുമോൻ പൊന്നുമോ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ എന്തൊരു ചേലാണ്. മഴയുള്ള രാത്രിയിൽ മകൾ നോക്കി നിൽക്കവേ മണ്ടയ്ക്കടിച്ചു ജോർജിനെ ഷൺമുഖൻ. മഴയുള്ള രാത്രിയിൽ മകൾ നോക്കി നിൽക്കവേ മണ്ടയ്ക്കടിച്ചു ജോർജിനെ ഷൺമുഖൻ. ഇന്നും ആ മലഞ്ചെരുവിലൂടെ പോകുമ്പോൾ കാതോർത്താൽ കേൾക്കാം തിരുമല മുരുകനുക്ക് മാമല മുരുകനുക്ക് കൊണ്ടാടയ്യ കൊണ്ടാടയ്യ കൊണ്ടാട്ടം.